ഹലോ, ഇറ്റ്സ് മീ ലളിത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ കാലത്തല്ലേ ബന്ധങ്ങൾക്ക് വിലയില്ലാത്തൊരു കാലത്ത് ബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്ന് തെളിയിച്ച വലിയൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ഒരു ചെറിയ സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, വലിയ സംഭവം തന്നെയാണ്. അതായത് ഒരു മകള് സ്വന്തം അച്ഛന് കരൾ പകുത്ത് നൽകി. സ്വന്തം അച്ഛന് വേണ്ടിയല്ലേ, അതെന്താ ഇത്ര പറയാന്നുള്ളതല്ല. ഇത് ശരിയായിട്ടൊരു വലിയൊരു മേജർ ഓപ്പറേഷൻ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾക്ക് വിലയില്ല. അച്ഛൻ അമ്മ എന്നുള്ള ബന്ധമില്ല, അച്ഛനമ്മമാര് മക്കൾ എന്നുള്ള ബന്ധമില്ല, അല്ലെ, വൈഫ് ഹസ്ബൻഡ് എന്നുള്ള ബന്ധമില്ല. അങ്ങനെ ഒന്നിനും വില കൽപ്പിക്കാത്ത കാലത്ത് എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്, അല്ലേ. നമ്മൾ പൊതുവേ നമ്മൾ പറയുമ്പോഴും എപ്പോഴും ആലോചിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പുറത്ത് ആരെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ആദ്യം ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ 2 മക്കളാണ്. രണ്ടുപേരും പറഞ്ഞു ഞങ്ങളുടേത് പറ്റിയില്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് എടുത്താൽ മതി എന്ന് മക്കൾ പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അതായത് 2 പേരും വിദ്യാർത്ഥികളാണ്, ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. അപ്പം അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ. എന്നാലും പക്വമായിട്ട് അവർ ചിന്തിക്കുകയും അങ്ങനെ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കുകയും, അല്ലെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു, അല്ലെ. അത് വലിയ കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണേണ്ടത്, അത് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത് ചെയ്തതെന്ന് പറഞ്ഞാല് കുരിയാത്തിയിലെ അനിൽകുമാറിന് വേണ്ടി മകള് അനഘ ആണ് ഇത് അവയവദാനം ചെയ്തത്. അവയവദാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഏറ്റവും വലിയ മഹാദാനം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം, അല്ലേ. അത് കാരണം ഒരു പരിധിവരെ ആരും ഇത്രയും വലിയ ഓപ്പറേഷന് സ്വയമേ സമ്മതിക്കാത്ത ഒരു സമയത്താണ് ഞങ്ങളുടെ നോക്കിയിട്ട് മതി മറ്റുള്ളവരുടെ എന്ന് മക്കളൊരു തീരുമാനമെടുക്കുകയും അതിൽ ആനക്കയുടെ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ആനക്കയ്ക്ക് ഓക്കെ ആയിരുന്നു. അപ്പൊ അത് തന്നെ അത് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത് ചെയ്തിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞ ജൂൺ 9-നാണ് ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ അന്ന് മുതൽ ഞാനിത് ഇടണം എന്ന് വിചാരിച്ചപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞത് അച്ഛന് വേണ്ടിയാണ് ഞാൻ കൊടുത്തത്, അതെനിക്ക് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഞാനിത് ചെയ്യാതിരുന്നത്. അത് എനിക്കും ഒരുപാട് പ്രൗഡുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത് എൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. എൻ്റെ ചേച്ചിയുടെ മകളാണ് ഈ അനഘ. ഓക്കെ. അപ്പം അത് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് അതങ്ങനെ പബ്ലിസിറ്റി വേണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ ഇപ്പോഴ് അവരുടെ കോളേജുകാര് ഒരു പ്രോഗ്രാമിന് ഫസ്റ്റ് ഡേ അവിടെ കോളേജിൽ പോയപ്പം അവളെ ആദരിക്കുകയും അതുപോലെ തന്നെ മറ്റൊരു ക്ലബിന്റെ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് വീണ്ടും ഒരു ട്രോഫിയൊക്കെ കൊടുത്ത് വീണ്ടും അവളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അത് മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രോത്സാഹനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം വീണ്ടും അവർ ചെയ്തു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള അമ്പലത്തറയിലുള്ള നാഷണൽ കോളേജിലാണ്. BCA സ്റ്റുഡൻ്റ് ആണ് ഈ അനഘ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കോളേജ് പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും നല്ല രീതിയിൽ ഒരു സഹകരണമായിരുന്നു. കാരണം ഇത്രയും പീരീഡ് കഴിഞ്ഞിട്ട് ഈ സമയത്ത് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ വേണ്ട സമയത്തും അവരെല്ലാത്തിനും കൂടെ നിൽക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷന് വേണ്ടി എല്ലാ സഹായവും അവർ ചെയ്തു കൊടുത്തു. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കോളേജുകാർ അത് ചെയ്തു, വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ഓപ്പറേഷൻ സമയത്ത് ബ്ലഡിന്റെ ആവശ്യത്തിനും എല്ലാം അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ഒരുപോലെ നിന്ന് സഹകരിച്ചു. അതിനുശേഷം അവരിപ്പോൾ ഒരു അഡ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഫോം ചെയ്തു. ഈ അഡ ക്ലബ് എന്ന് പറയുന്നത് വുമൺ എംപവർമെന്റിന്റെ ഒരു ക്ലബ്ബായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിന്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ തമ്പുരാട്ടി, കൊട്ടാരത്തിൽ നിന്ന് തമ്പുരാട്ടി വന്നിരുന്നു. അപ്പം അവരാണ് ഈ ട്രോഫി കൈമാറിയത്. അപ്പൊ ഈ ആദരവിന് പിന്നില് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഇത് മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രോത്സാഹനം എന്നോണം. കാരണം ഒരു ആവശ്യം വന്നാൽ, അല്ലെ, നമുക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം എന്നോണം, ബാക്കിയുള്ള കുട്ടികൾക്കൊരു പ്രചോദനം എന്നോണം ആണ് അവർ ആ അവാർഡ് നൽകിയത്. അത് വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അവരാണ് ഈ ട്രോഫി കൈമാറിയത്. അവർ കൊടുത്ത ട്രോഫി എന്ന് പറയുന്നത് ഗോൾഡൻ ഹാർട്ട് അവാർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ട്രോഫി കൊടുത്തത്. അവളെ നല്ല രീതിയിൽ ആദരിച്ചു. അപ്പൊ ഈ ആദരവിന് പിന്നില് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഇത് മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രോത്സാഹനം എന്നോണം. കാരണം ഒരു ആവശ്യം വന്നാൽ, അല്ലെ, നമുക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം എന്നോണം, ബാക്കിയുള്ള കുട്ടികൾക്കൊരു പ്രചോദനം എന്നോണം ആണ് അവർ ആ അവാർഡ് നൽകിയത്. അപ്പൊ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോളേജ് അധികൃതർ എല്ലാവരും ഒന്നുപോലെ തന്നെ നിന്ന്
അനഘയോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും അല്ലെ ഒരേ രീതിയിൽ നിന്നിട്ട് പ്രോത്സാഹനം കൊടുക്കുകയും അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുകയും ചെയ്തു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അവിടുത്തെ പ്രിൻസിപ്പള് ഡോക്ടർ ഷാജഹാൻ സാറ്, അതുപോലെ അവിടുത്തെ HOD ഡോക്ടർ ആൽവിൻ മാഡം, അതുപോലെ ക്ലാസ് ടീച്ചറായ രാജിനി മാഡം, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സായ ദിവ്യ മാഡം, സീന മാഡം, രാജിനി മാഡം, മുബീന മാഡം, ഷിഫ മാഡം, അതുപോലെ ഷബ്ന മാഡം, എല്ലാവർക്കും വളരെ വലിയ നന്ദി പറയുന്നു. എൻ്റെ പേരിലും അതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ പേരിലും കൂടി അവരോട് നന്ദി പറയുകയാണ്. എക്സാമിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയും അതുപോലെ ഡൗട്ട്സ് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ കൊടുക്കുകയും നോട്ട്സൊക്കെ അയച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ട് ആളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഞാൻ നല്ല രീതിയിൽ താങ്ക്സ് പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിൽ തന്നെയാണ്, എൻ്റെ മോള് തന്നെയാണ്. അപ്പൊ ഞാനിത് ഇടണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ആ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഞാൻ ഇത്രയും വൈകിച്ചത്. അപ്പൊ ഈ അഡാ ക്ലബൊക്കെ ഇങ്ങനെ ചെയ്തു. അപ്പം എന്തായാലും അത് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും ഒക്കെ വരും എന്ന് മനസ്സിലായി. അപ്പൊ അവള് എന്നോട് പറഞ്ഞു, കുഞ്ഞമ്മ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കട്ടെ. ബന്ധങ്ങൾക്ക് എല്ലാവരും വില കൽപ്പിക്കുക, അല്ലെ? ഏത് ബന്ധത്തിനായാലും, അത് ഹസ്ബൻഡ് വൈഫായാലും അച്ഛൻ മകളായാലും പിന്നെ അച്ഛനമ്മമാര് മക്കളായാലും മക്കള് അച്ഛനമ്മമാരോടായാലും എല്ലാവരും നല്ല രീതിയിൽ ബന്ധത്തിന് വില കൽപ്പിക്കുക. അതും കൂടെ ഒരു മെസ്സേജാണിത്. അല്ല, നമുക്ക് എന്തെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർക്ക് മക്കളുണ്ടെന്നും അതുപോലെ മക്കൾക്ക് അച്ഛനമ്മമാരുണ്ടെന്നും ഉള്ളതിന് ഒരു തെളിവാണിത്, അല്ലേ? അപ്പൊ ഇത് നമ്മൾ ഇടാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തത്. അപ്പം ഇതുപോലെ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരും ഇപ്പം ജീവിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത്, അല്ലേ? അതിന് എന്തെങ്കിലും പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൽ നമുക്കെന്താണ് ലാഭം എന്ന് നോക്കി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ചെയ്യാൻ സമയം കണ്ടെത്തുകയും അതുപോലെ ഇങ്ങനെയുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അതിനൊരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോരുത്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.